ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറിക്കുറിപ്പ് 140 സന്ദേശം, രണ്ടാമത്തെ ഭാഗം. ദൈവത്തെ സംപ്രീതിപ്പെടുത്തുവാൻ ഒരു കാര്യം മാത്രം മതിയെന്ന് അതറിയുന്നു. ഏറ്റവും ചെറിയ കാര്യം പോലും വലിയ സ്നേഹത്തോടെ ചെയ്യുക. സ്നേഹം എല്ലായ്പ്പോഴും സ്നേഹം. പ്രിയമുള്ളവരെ, ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളത് ഒരാത്മാവിൻ്റെ ഏറ്റവും ശുദ്ധമായ അവസ്ഥയാണ്. ഒരാത്മാവിൻ്റെ യോഗ്യതയായിട്ട് പോലും അതിനെ കരുതേണ്ട. ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും നമ്മളെ സൃഷ്ടിച്ചപ്പോൾ സ്നേഹമാകുന്ന ദൈവം തൻ്റെ സ്നേഹമാകുന്ന ഛായയിൽ തന്നെയാണ് ഓരോ മനുഷ്യനെയും ഓരോ മനുഷ്യാത്മാവിനെയും സൃഷ്ടിച്ചിരിക്കുക. അതുകൊണ്ട് തന്നെ പാപകരമായ അവസ്ഥയിൽ നിന്ന് വിശുദ്ധീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ തന്നെ ഒരാത്മാവ് സ്നേഹത്തിലേക്ക് പൂർണ്ണത പ്രാപിച്ചുകൊണ്ടേയിരിക്കും. കാരണം ആത്മാവിൻ്റെ യഥാർത്ഥ അവസ്ഥ സ്നേഹം തന്നെയാണ്. സ്നേഹം കൊണ്ട് മാത്രമേ സ്നേഹത്തെ ഉൾക്കൊള്ളാനാവൂ. സ്നേഹം കൊണ്ട് മാത്രമേ സ്നേഹത്തോട് സംവദിക്കാനാവൂ. സ്നേഹം കൊണ്ട് മാത്രമേ സ്നേഹത്തിൻ്റെ ഹിതം നിറവേറ്റാൻ, സ്നേഹത്തിൻ്റെ പദ്ധതികൾ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുള്ളൂ. സ്നേഹം കൊണ്ട് മാത്രമേ ദൈവമാകുന്ന സ്നേഹത്തെ പൂർണ്ണമായി അറിയുവാനും പൂർണ്ണമായി ഒന്നായി ചേരുവാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് വിശുദ്ധ ഫൗസ്റ്റീനായ്ക്ക് കിട്ടിയ ബോധ്യം വെളിപ്പെടുത്തുകയാണ്. ദൈവത്തെ സംപ്രീതിപ്പെടുത്തുവാൻ ഒരേ ഒരു കാര്യം മാത്രം മതിയെന്ന് നമുക്കറിയാം. അതെന്താണ്? ഏറ്റവും ചെറിയ കാര്യം പോലും വലിയ സ്നേഹത്തോടെ ചെയ്യുക. സ്നേഹം, എല്ലായ്പ്പോഴും സ്നേഹം. നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളും സ്നേഹത്തിൻ്റെ പ്രകടനമായിട്ട് മാറ്റാൻ സാധിക്കും. ആർക്കും മാറ്റാനാവാത്ത സഹനത്തിലാണോ ഞാൻ? ഈശോയെ, അതൊരു സ്നേഹമായി സ്വീകരിക്കണമേ. ആർക്കും മാറ്റാനാവാത്ത രോഗാവസ്ഥയിലാണോ ഞാൻ? ഈശോയെ, അതെൻ്റെ സ്നേഹമായിട്ട് അവിടുന്ന് സ്വീകരിക്കണമേ. ഈശോ, ഞാൻ വളരെയേറെ തളർന്നിരിക്കുന്നു. എൻ്റെ തളർച്ചയെ നീ സ്നേഹമായി സ്വീകരിക്കണമേ. ഈശോ, ഞാൻ വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. ഈശോയെ, എൻ്റെ കണ്ണുനീര് നീ സ്നേഹമായി സ്വീകരിക്കണമേ. ഈശോയെ, ഞാൻ എനിക്ക് പോലും ഉപകാരമില്ലാത്തവനെ പോലെ ശൂന്യനായി തീർന്നിരിക്കുന്നു. എങ്കിലും എൻ്റെ ഈശോയെ, എൻ്റെ ഈ ശൂന്യത പോലും നീ സ്നേഹമായി തീർക്കണമേ, സ്നേഹമായി സ്വീകരിക്കണമേ. ഈശോ, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ അറിവില്ലായ്മ നീ സ്നേഹമായി സ്വീകരിക്കണമേ. ഈശോയെ, ഞാൻ നിരന്തരം വീണു പോകുന്ന ബലഹീനതയിലാണ്. ഈശോയെ, എൻ്റെ ഈ ബലഹീനതയെ പോലും അങ്ങ് സ്നേഹമായി സ്വീകരിക്കണമേ. നമ്മൾക്ക് ജീവിതത്തിലെ ചെറിയ കാര്യങ്ങളിലെ വിശ്വസ്തത പോലെയും വലിയ കാര്യങ്ങളിലെ വിശ്വസ്തതയായിട്ട് ദൈവം പരിഗണിക്കുമ്പോൾ ചെറിയ കാര്യങ്ങളിലെ സ്നേഹത്തിൻ്റെ സമർപ്പണം പോലും വലിയ സമർപ്പണമായിട്ട് അവൻ സ്വീകരിക്കും. നമുക്ക് നമ്മുടെ ജീവിതത്തെ ആ സ്നേഹത്തിലേക്ക് ഒന്നായി തീരാനായിട്ട് സമർപ്പിക്കാം. ഈശോയെ, ഞാനെങ്കിൽ സമർപ്പിക്കുന്നു. സകല വിശുദ്ധരോടും സകല മാലാഖമാരോടും ചേർന്ന് ഞാൻ എൻ്റെ ജീവിതത്തെ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞാനെങ്കിൽ ശരണപ്പെടുന്നു. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.